ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. വർക്കിംഗ് വുമൻസിനും അതുപോലെ ഹൗസ് വൈഫ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ലഞ്ച് റെസിപ്പിയും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നേരത്തെ എണീക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ കിടന്നുറങ്ങണം. അപ്പോൾ നേരത്തെ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് നേരത്തെ റിലാക്സ് ആയിട്ട് എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ചിലപ്പോൾ കറക്റ്റായിട്ട് നേരത്തെ ഉറങ്ങാനും രാവിലെ എണീക്കാനും ഒന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ കുട്ടികൾ ഒരു 3 വയസ്സ് വരെയൊക്കെ ഉറക്കം കറക്റ്റ് അല്ലാതെ വരുള്ളൂ. അത് കഴിയുമ്പോൾ അവർ കറക്റ്റായിട്ട് നമ്മുടെ റുട്ടീനിലേക്ക് വരും. അതുവരെ നമ്മൾ അമ്മമാരൊന്ന് ക്ഷമിച്ചു കൊടുക്കുക കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റാൽ പിന്നെ നന്നായിട്ടൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും അവനവൻ്റേതായ പ്രാർത്ഥനകൾ ഉണ്ടാവും. അപ്പോൾ അവനവൻ്റേതായ രീതിയിൽ മനസ്സ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കൊരു പോസിറ്റീവ് ഫീലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അടുക്കളയിൽ പോകാനും ജോലികളൊക്കെ ഉത്സാഹത്തോടെ ചെയ്യാനും ഒക്കെ ഒരു എനർജി കിട്ടും. അതിനുശേഷം വെള്ളമോ ചായയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കുടിച്ചതിന് ശേഷം നമുക്ക് അടുക്കളയിലേക്ക് കടക്കാം. നേരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ചെയ്യാനൊന്നും ഒരു ഉത്സാഹം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളമോ ചായയോ എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് ജോലികൾ ചെയ്യാം. തലേ ദിവസം രാത്രി നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് കിച്ചണിൽ പോകാൻ തന്നെ ഒരു ഉത്സാഹം ഉണ്ടാവും. രാവിലെ എണീറ്റ് വരുമ്പോൾ തലേ ദിവസത്തെ പാത്രങ്ങളൊക്കെ കൂടിക്കിടക്കണുണ്ടെങ്കിൽ ഏത് ജോലി ആദ്യം ചെയ്യണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ ഏത് ജോലി ചെയ്യണം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഞാനിവിടെ കറിക്കുള്ളതും അതുപോലെ അപ്പത്തിനുള്ള അരിയും ഒക്കെ വെള്ളത്തിലിട്ട് അടുപ്പിനടുത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ കറിക്കുള്ള ചെറുപയറാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പയറോ കടലയോ അങ്ങനെയൊക്കെയുള്ള കറികളാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് രാവിലെ എവിടെയെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന കറികൾ കേട്ടോ. അതുപോലെ തന്നെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചതച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി, കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പാത്രം തുറന്ന് എല്ലാം എടുക്കുക ആവശ്യമുള്ളത്. ഫ്രിഡ്ജ് ഓരോന്നിനായിട്ട് തുറക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് സമയം എളുപ്പമാക്കുന്ന കാര്യങ്ങളാണ്. കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമുക്കിതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ കുറച്ച് സമയം ഒന്ന് ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സമയം കിട്ടും. കിച്ചണിലെ കാര്യങ്ങളാണല്ലോ എന്ന് വിചാരിച്ചത് നമ്മളതങ്ങനെ സിമ്പിളായിട്ട് കാണരുത്. അപ്പോൾ അതിലും നമുക്കൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലികൾ എളുപ്പമാക്കാം. ജോലികൾ എളുപ്പം തീരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ജോലികൾ തീർത്തിട്ട് നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. കൂടുതൽ ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് മറ്റു കാര്യങ്ങളും ചെയ്യാനുള്ള ടൈം കിട്ടും. പുറത്തു പോയി ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീക്കിലി എന്ത് കുക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു ആഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ തലേ ദിവസം റെഡിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. തേങ്ങ ചിരവി വെക്കാം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് റെഡിയാക്കി വെക്കാം. അതുപോലെ കറിവേപ്പിലയൊക്കെ ഒന്ന് കഴുകി തുടച്ച് ഒരു ബോട്ടിലാക്കി വെക്കാം. അതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുത്തിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുക്കിംഗ് എളുപ്പമാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലീനിങ്ങും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്ത് പോവാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സും കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് കിച്ചണിൽ മൾട്ടി ടാസ്കൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഒരു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് സവോള തൊലിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. പാത്രങ്ങൾ അപ്പോൾ കഴുകി വെക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് പാചകം ചെയ്യുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനിടയ്ക്കുള്ള പാത്രങ്ങൾ കഴുകി വെക്കാം, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാം, അങ്ങനെ കുഞ്ഞുങ്ങളെ പോയി വിളിച്ചുണർത്താം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ കുടിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ തിളപ്പിച്ച് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. കിച്ചണിൽ നമ്മൾ തീർന്നു പോകുന്ന സാധനങ്ങളൊക്കെ ഒരു പേപ്പറിൽ ഫ്രിഡ്ജിന് മുകളിൽ തന്നെ ഒരു പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എഴുതി വെക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഷോപ്പിംഗ് തീർത്ത് തിരിച്ചു പോരാം.
അല്ലെങ്കിൽ അവിടെയും പോയിട്ട് നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വാങ്ങും. അത് നമ്മുടെ ബഡ്ജറ്റിനെയും ബാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ സമയം ബാധിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരുടെ സഹായം ചോദിക്കുക കേട്ടോ. കുട്ടികളാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ അവരെ കൊണ്ട് ചെയ്ത് തരാൻ പറ്റുന്ന സഹായങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. കുട്ടികളാണെങ്കിലും അവർ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിട്ട് പറയുക. അതുപോലെ ഷൂ ഒന്ന് പോളിഷ് ചെയ്യാൻ പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചെരുപ്പ് കഴുകുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ചിലവിൻ്റെ കണക്കുകൾ ഒന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചിലവുകളും എന്ന് എഴുതി വെക്കണ്ട, കൂടുതലായിട്ട് നമ്മൾ ചിലവാക്കിയിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളും എന്തിനു ചിലവാക്കി എന്നുള്ളതും ഒന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ ഏത് വഴിയാണ് നമ്മൾ കൂടുതൽ ചിലവാക്കിയത്, സ്പെൻഡ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ വീടൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിടുക. നമ്മൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുക. അതല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക. ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് പാത്രങ്ങൾ, അതുപോലെ കൗണ്ടർ ടോപ്പ്, ബെഡ്, വാഷ് ബേസ്, അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിടുക. അതുപോലെ തന്നെ നമ്മുടെ വീടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോഴുള്ള പാത്രങ്ങൾ കഴുകി വെക്കാം. അതുപോലെ തന്നെ ഉള്ളിയോ അതുപോലെയുള്ളതൊക്കെ അരിഞ്ഞെടുക്കണമെങ്കിൽ അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് മറ്റുള്ള ജോലികളും കൂടി ചെയ്യാനായിട്ട് പറ്റും. ഫ്രീ ആയിട്ട് നിന്നിങ്ങനെ തോരനൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനിടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങളും കഴുകാനും അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാനോ അങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, മെഷീനിലെ തുണികളുടെ ഇടയ്ക്കൊന്ന് പോയി ചെക്ക് ചെയ്യാനോ ഒക്കെ പറ്റും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ചീത്തയായിട്ടുണ്ടാവും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ. അപ്പോൾ ആദ്യം അതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ഞാൻ. അതിന് ശേഷമാണ് ലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയായിരിക്കും. ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശീലമായിട്ട് മാറാൻ ഒരു 21 ഡേയ്സ് എങ്കിലും ആവും. അപ്പോൾ അതുവരെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കത് ശീലമായിട്ടിരിക്കും. അതുവരെ നമുക്ക് മടിയൊക്കെ വരും, എന്തിനപ്പോൾ ഇത്രയൊക്കെ റിസ്ക് എടുക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരും. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് വിഷ്വലൈസ് ചെയ്തിട്ട് ഇത്രയും നേരത്തെ എൻ്റെ ജോലികൾ തീർന്നാൽ എനിക്ക് ആ കാര്യം ചെയ്യാം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, എനിക്ക് ഇത്ര സമയം ഫ്രീ ആയിട്ടിരിക്കാം എന്നൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേഗം മടിയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് തീർക്കുക. ഇടയ്ക്ക് പോയിട്ട് ഫോണൊന്ന് ചെക്ക് ചെയ്യട്ടെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് പോയി ഫോൺ നോക്കാൻ. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോയി കിട്ടും. അതുകൊണ്ട് ആ ഒരു ചിന്ത ഒഴിവാക്കുക. എന്നിട്ട് നമ്മുടെ ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കായ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കറിയൊക്കെ പോകാനായിട്ട്. അപ്പോൾ എണ്ണ ചൂടായ ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് മസാലപ്പൊടികൾ ചേർത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഫ്ലെയിം ഓഫാണ്. പിന്നെ ഒരു അര തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു 8 കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. അതിലേക്കുള്ള ഒരു അരപ്പും കൂടി തയ്യാറാക്കാം. തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 2 കുഞ്ഞുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 2 കുടംപുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കറിയാണ്. ഇനി ഇത് വെന്ത് കഴിഞ്ഞാലൊന്ന് താളിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ പിന്നെ നമുക്ക് ഓടിപ്പോയിട്ട് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചു വാരിയിടാം. സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബെഡെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ബെഡൊക്കെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ആകെ കൂടി ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുടംപുളി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കറിക്ക് ഒരുപാട് പുളിയായി പോകും കേട്ടോ. അപ്പോൾ കറിയൊക്കെ നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാൻ ഈ കറി എടുക്കുന്നത്. കുറച്ചും കൂടി കറി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. കറിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത്തിരി ഉള്ളി കാച്ചി ഒഴിക്കാം. അപ്പോൾ ഇത്തിരി ഉലുവയും കൂടി ചേർത്തിട്ട് കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു കറിയും തോരനും മതി ചോറ് കഴിക്കാൻ കേട്ടോ. ഇനി മീനൊക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം വാങ്ങിച്ച് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ രാവിലെ പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്യാൻ പറ്റും. കറി ആണെങ്കിലും ഫ്രൈ ആണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിനിടയ്ക്ക് കുറച്ച് മീനും കൂടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങാനീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർക്കാറുണ്ട്. അതിപ്പോൾ പൊടിച്ച് വെച്ചത് തീർന്നതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളും കൂടി ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സിങ്കും കൂടി നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്ത് വെക്കാം. മീനൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബാഡ് സ്മെല്ലായിരിക്കും. അപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സിങ്കൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് വെന്ത് വാങ്ങിയിട്ട് രണ്ടാമത്തെ ട്രിപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ കൗണ്ടർ ടോപ്പും ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.